CPM-നെയും SFIയെയും പൊളിച്ചടുക്കിയിരിക്കുകയാണ് ജി സുധാകരൻ. മന്ത്രിക്കുമുണ്ട് കൂട്ട്. ഏതായാലും അതിശക്തമായ കവിതയിലൂടെ SFIയെയും CPM-നെയും മന്ത്രിയെയും ഒക്കെ വലിച്ചു കയറിയിരിക്കുകയാണ് മുൻ മന്ത്രിയും പ്രമുഖ CPM നേതാവുമായ ജി സുധാകരൻ. അവിടെ കൊണ്ടും തീർന്നില്ല. ചുംബന സമരം പോലുള്ള തൊലിഞ്ഞ പരിപാടികൾ പൊതുമധ്യത്തിൽ നടത്തി ഇടത് സാംസ്കാരിക ബുദ്ധിജീവികൾ നാടിനെ നശിപ്പിച്ചുവെന്ന് അഖിൽ മാരാർ. തുണ്ടുവെച്ച് കോപ്പിയടിച്ചാൽ പരീക്ഷ എഴുതിക്കില്ല. അറിവും ബോധവുമില്ലാത്ത വിവരക്കേട് പറയുന്ന ഒരാളാണ് വിദ്യാഭ്യാസ മന്ത്രിയെന്നും അഖിൽ മാരാർ. അവിടെ കൊണ്ടും തീർന്നില്ല. CPM പഞ്ചായത്ത് മെമ്പറുടെ ഗുണ്ടായിസം. നിർധന കുടുംബത്തിന്റെ വൈദ്യുതി കണക്ഷൻ അടിച്ചു തകർത്തിരിക്കുകയാണ് CPM നേതാവ്. കാലിത്തൊഴുത്തിലും CPM-ന്റെ കൈയിട്ട് വരൽ. ബ്രാഞ്ച് സെക്രട്ടറി അപേക്ഷകരിൽ നിന്ന് വാങ്ങിയത് 10,000 രൂപ. നിലപാടിൽ മലക്കം മറിഞ്ഞ് MV ഗോവിന്ദന് മുന്നോട്ട് പോവുകയാണ്. പാർട്ടി ബന്ധുക്കൾക്കും അനുഭാവികൾക്കും മദ്യപിക്കുന്നതിന് തടസ്സമില്ല. നിലപാട് മാറ്റിയിരിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. 80 വയസ്സിലേക്ക് എത്തുന്ന പിണറായിയെ 8ാം തവണയും മത്സരിപ്പിക്കണമെങ്കിൽ പാർട്ടി എല്ലാ മാനദണ്ഡങ്ങളും മാറ്റുമോ എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യം. യുവതയിലെ കുന്തവും കൊടച്ചക്രവും സജിക്ക് കൂട്ട്. SFIക്കെതിരെ കവിത എഴുതി ജി സുധാകരൻ രംഗത്ത്. SFIക്കെതിരെ പരോക്ഷ പരിഹാസവുമായി ജി സുധാകരന്റെ കവിത. യുവതയിലെ കുന്തവും കൊടച്ചക്രവും എന്ന പേരിലാണ് സുധാകരൻ കവിത എഴുതിയിരിക്കുന്നത്. താൻ നടന്നു പഠിച്ച വിപ്ലവ കലാസ്ഥാപനം കുറ്റക്കാരാൽ നിറയാൻ തുടങ്ങുന്നു. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിങ്ങനെ നേരായി വായിക്കാൻ ക്ഷമയില്ലാത്തവർ എന്നാണ് കവിതയിലൂടെ സുധാകരന്റെ ഒളിയമ്പ്. കൊടിപിടിക്കാൻ വന്നു കൂടിയവരിൽ കള്ളത്തരം കാണിക്കുന്നവരുണ്ടെന്നും ആസുര വീരന്മാരെന്നും കവിതയിൽ SFIയെ വിമർശിക്കുന്നു. മന്ത്രി സജി ചെറിയാന്റെ കുന്തവും കൊടച്ചക്രവും എന്ന പ്രയോഗവും കവിതയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. SFI സംസ്ഥാന സമ്മേളനത്തിന് പിന്നാലെ ജി സുധാകരനെ പരിഹസിച്ച് SFI നേതാവ് രംഗത്തെത്തിയിരുന്നു. ഈ മണ്ണിൽ ഇനിയും അനേകായിരങ്ങൾ പുതിയ നേതൃത്വവുമായി ജനിക്കും. ഇത് തനിക്ക് ശേഷം ആരും വേണ്ട എന്ന മർക്കട മുഷ്ടി ചുരുട്ടി നേതാവിന് മുന്നിൽ സമർപ്പിക്കുന്നു എന്നായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്. പുതിയ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് വന്നതിന് പിന്നാലെയാണ് നേതാവ് ജി സുധാകരനെ പരിഹസിച്ചത്. SFIയുടെ ആദ്യ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ജി സുധാകരന് ശേഷം ആദ്യമായാണ് ആലപ്പുഴയിൽ നിന്നും ഒരാൾ സംസ്ഥാന പ്രസിഡന്റായത്. ഇതിന് പിന്നാലെയാണ് സുധാകരന്റെ കവിത പുറത്തു വന്നത്. 80 വയസ്സിലേക്ക് എത്തുന്ന പിണറായി വിജയനെ 8ാം തവണയും മത്സരിപ്പിക്കണമെങ്കിൽ CPM എന്ന പാർട്ടി എല്ലാ മാനദണ്ഡങ്ങളും മാറ്റേണ്ടി വരും. അഥവാ പകരക്കാരനെ നിശ്ചയിക്കുകയാണെങ്കിൽ അവസാന വാക്കും പിണറായിയുടേതാകും. ഇതിനായി 2ാം നിരയിലും ചർച്ച സജീവമാണ്. CPM സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമാകുമ്പോൾ ക്യാപ്റ്റൻ ആരെന്ന ചോദ്യം ഉയർന്നു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പോരാട്ടം നയിക്കാൻ 2ാം നിരയുടെ പങ്കാളിത്തം. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും 15-ലധികം പേർ പുറത്താകും. പാർട്ടിയെ തുടർ ഭരണത്തിലേക്ക് നയിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെ ക്യാപ്റ്റനാക്കി CPM ഒരിക്കൽ കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇറങ്ങുമോ? കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു നിൽക്കുന്ന ചോദ്യത്തിന് നേരിട്ടല്ലെങ്കിലും കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ ഉത്തരം കിട്ടും. ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം നയിക്കാൻ വൈസ് ക്യാപ്റ്റന്മാരുടെ 2ാം നിരയുടെ പങ്കാളിത്തം ഉണ്ടാകുമെന്ന അഭ്യൂഹവും ശക്തമാണ്. അജണ്ടകളില്ലെങ്കിലും സംസ്ഥാന സമ്മേളനത്തിലെ ചർച്ചകളിൽ ഈ വിഷയം കടന്നുവരും. കൂട്ടായ നേതൃത്വത്തെ മുന്നിൽ നിർത്തിയാകും തെരഞ്ഞെടുപ്പ് പോരാട്ടമെന്ന സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാക്കുകളുടെ അർത്ഥവും സമ്മേളനത്തിൽ തെളിയും. 75 വയസ്സ് പ്രായപരിധിയിൽ തട്ടി ആരൊക്കെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും പുറത്തു പോകുമെന്നതും ഈ സമ്മേളനത്തിലെ പ്രധാന ചോദ്യമാണ്. സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ എല്ലാവരിലും ഈ ആകാംക്ഷ ഉണ്ടായിരുന്നു. പ്രായപരിധിയിൽ പിണറായിക്കല്ലാതെ മറ്റാർക്കും ഇളവില്ലെന്ന നേതൃത്വം ആവർത്തിച്ച സ്ഥിതിക്ക് 15-ലധികം പേർ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കപ്പെടും. ഇടത്തരക്കാരെ ലക്ഷ്യമിട്ട് കൂടുതൽ പരിഷ്കരണ പാതയിലേക്കാണോ CPM എന്ന പിണറായിയുടെ നവകേരളത്തിലുള്ള പുതുവഴികൾ എന്ന പുതിയ രേഖ വ്യക്തമാക്കും. CPI അടക്കമുള്ള LDF ഘടകകക്ഷികൾ അതിനോട് യോജിക്കുമോ എന്നതും കണ്ടറിയണം. 9-നാണ് സമ്മേളനം അവസാനിക്കുന്നത്. ഏതായാലും CPM സമ്മേളനം പ്രായപരിധിയും ആരോഗ്യ പ്രശ്നങ്ങളും കാരണം 15 പേരെങ്കിലും ഒഴിയേണ്ടി വരും. നിലപാട് മാറ്റിപ്പറഞ്ഞും മലക്കം മറിഞ്ഞും CPM സെക്രട്ടറിയും എങ്ങോട്ട് എന്നാണ് പുതിയ ചോദ്യങ്ങൾ. പാർട്ടി ബന്ധുക്കൾക്കും അനുഭാവികൾക്കും മദ്യപിക്കുന്നതിന് തടസ്സമില്ല. നിലപാട് മാറ്റി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മദ്യപിക്കുന്നവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുമെന്ന നിലപാട് മാറ്റി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർട്ടി ബന്ധുക്കൾക്കും അനുഭാവികൾക്കും മദ്യപിക്കുന്നതിന് തടസ്സമില്ല. എന്നാൽ പാർട്ടി നേതൃത്വത്തിൽ നിൽക്കുന്നവരും പ്രവർത്തകരും മദ്യപിക്കരുതെന്നാണ് പറഞ്ഞതെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി. മദ്യപന്മാർക്ക് പാർട്ടിയുമായി ബന്ധമില്ലെന്നൊന്നും പറഞ്ഞിട്ടില്ല. പാർട്ടി സംഘടനാ രംഗത്ത് നിൽക്കുന്ന പ്രവർത്തകരായ സഖാക്കൾ, പാർട്ടി അംഗങ്ങൾ മദ്യപിക്കരുതെന്നാണ് പറഞ്ഞത്. ഇതൊരു സുപ്രഭാതത്തിൽ ഉണ്ടായ വെളിപാടല്ല. കൃത്യമായ രാഷ്ട്രീയ ധാരണയനുസരിച്ച് വിശദീകരിച്ചതാണ്. ലഹരി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള ധാരണയോടുകൂടി പാർട്ടി സഖാക്കൾ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന അവബോധം രൂപപ്പെടുത്തുക തന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. സംസ്ഥാന സമ്മേളനത്തിൽ പ്രായപരിധി നിർബന്ധന കർശനമായി നടപ്പാക്കുമെന്നും ഗോവിന്ദൻ പറഞ്ഞു. പ്രായപരിധി 75 വയസ്സ് കഴിഞ്ഞവർ മാത്രം പുറത്തുപോകും. 75 തികയാത്തവരുടെ കാര്യം പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കും. അതേസമയം പ്രായപരിധിയിലെ ഇളവ് സംബന്ധിച്ച് സംസ്ഥാന ഘടകങ്ങൾക്ക് തീരുമാനമെടുക്കാമെന്ന PB അംഗം പ്രകാശ് കാരാട്ട് പ്രതികരിച്ചു.
ഓരോ സംസ്ഥാനത്തും ഓരോ പ്രായപരിധിയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. സവിശേഷ മികവ് പുലർത്തുന്നവർക്ക് പ്രായപരിധിയിൽ ഇളവ് നൽകാൻ പാർട്ടിയുടെ ഭരണഘടനാപരമായ സംരക്ഷണം വേണമെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പറഞ്ഞു. 75 വയസ്സ് പിന്നിടാൻ 1-2 മാസങ്ങൾ മാത്രം ബാക്കിയുള്ള EP ജയരാജൻ, TP രാമകൃഷ്ണൻ എന്നിവർക്ക് ഇളവ് ലഭിക്കും. പ്രായപരിധി എത്താൻ ഓഗസ്റ്റ് വരെ കാത്തിരിക്കേണ്ട AK ബാലനും ഇളവ് ലഭിക്കാം. കാലിത്തൊഴുത്തിലും CPMന്റെ കൈയിട്ട് വാരൽ. ബ്രാഞ്ച് സെക്രട്ടറി അപേക്ഷകരിൽ നിന്ന് വാങ്ങിയത് 10,000 രൂപ വീതമെന്ന വിമർശനം. പാലക്കാട് കാലിത്തൊഴുത്ത് അനുവദിക്കാൻ CPM ബ്രാഞ്ച് സെക്രട്ടറി കൈക്കൂലിയായി വാങ്ങിയത് 10,000 രൂപ. കുടുംബ പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരൻ ബ്രാഞ്ച് സെക്രട്ടറിയുമായ വ്യക്തിയാണ് ആരോപണ വിധേയൻ. 18ഓളം പേരിൽ നിന്നാണ് ഇയാൾ പണം വാങ്ങിയത്. പഞ്ചായത്ത് പദ്ധതി അനുസരിച്ച് തൊഴുത്തിന് അപേക്ഷിച്ചവരിൽ നിന്നാണ് ഇയാൾ പണം തട്ടിയത്. GST ബിൽ ശരിയാക്കി തരാമെന്ന് പറഞ്ഞാണ് പണം വാങ്ങിയത്. പഞ്ചായത്ത് നൽകിയ പ്ലാൻ പ്രകാരം 1.5 ലക്ഷം രൂപ ചെലവാക്കി തൊഴുത്ത് നിർമ്മിച്ചെങ്കിലും ഇതുവരെ പണം ലഭിച്ചില്ല. മാത്രമല്ല 10,000 രൂപ നഷ്ടമാവുകയും ചെയ്തു. അപേക്ഷകർ പ്രതിഷേധവുമായി എത്തിയതോടെ പഞ്ചായത്ത് സെക്രട്ടറിയും പ്രസിഡന്റ് മുൻകൈയെടുത്ത് 10 പേർക്ക് 10,000 രൂപ തിരിച്ചു നൽകി തൽക്കാലം തടിയൂരി. കൂടാതെ കൈക്കൂലി തിരികെ ലഭിച്ചുവെന്ന പണം നഷ്ടപ്പെട്ടവരിൽ നിന്നും എഴുതി ഒപ്പിട്ട് വാങ്ങുകയും ചെയ്തു. പഞ്ചായത്തിൽ നടക്കുന്ന അഴിമതികൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് BJP രംഗത്തുണ്ട്. നിരവധി ആരോപണങ്ങൾ വ്യക്തിക്കെതിരെ ഉയരുന്നുണ്ട്. എന്നാൽ CPM ഭരിക്കുന്ന പഞ്ചായത്തായതിനാൽ ജനങ്ങൾ പേടിച്ച് പരാതി നൽകാൻ തയ്യാറാകുന്നില്ല എന്നാണ് ആക്ഷേപം. സാധാരണക്കാരെ പറ്റിച്ച് പണം തട്ടിയെടുത്ത ബ്രാഞ്ച് സെക്രട്ടറിക്കെതിരെയും പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയും അന്വേഷണം വേണമെന്നാണ് BJPയുടെ ആവശ്യം. CPM പഞ്ചായത്ത് മെമ്പറുടെ ഗുണ്ടായിസം. നിർധന കുടുംബത്തിന്റെ വൈദ്യുതി കണക്ഷൻ അടിച്ചു തകർത്തുവെന്ന് പരാതി. ഒടുവിൽ നഷ്ടപരിഹാരം അടച്ച് തലയുരാൻ ശ്രമം. ഇടുക്കി കുമളിയിൽ CPM പഞ്ചായത്ത് മെമ്പറുടെ ഗുണ്ടായിസം. നിർധന കുടുംബത്തിന്റെ വൈദ്യുതി കണക്ഷനാണ് അടിച്ചു തകർത്തത്. 11ാം വാർഡ് അംഗമാണ് അതിക്രമം നടത്തിയത്. മീറ്ററും സർവീസ് വയറും അടക്കം ഇയാൾ നശിപ്പിച്ചുവെന്നാണ് പരാതി. സ്വകാര്യ വ്യക്തിയുടെ പോസ്റ്റിൽ നിന്നാണ് വൈദ്യുതി നൽകിയത് എന്ന് പറഞ്ഞായിരുന്നു അതിക്രമം. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് CPM പഞ്ചായത്ത് മെമ്പറുടെ ഗുണ്ടായിസം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു വയോധികനായ ദണ്ഡവാണിയുടെ കൊച്ചുവീട്ടിൽ വൈദ്യുതി കണക്ഷൻ ലഭിച്ചത്. വീട്ടിലേക്ക് വൈദ്യുതി നൽകിയ പോസ്റ്റ് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ഇയാളുടെ വാദം. എന്നാൽ പോസ്റ്റ് സർക്കാർ ഭൂമിയിലാണെന്നും കണക്ഷൻ നൽകാൻ സ്വകാര്യ വ്യക്തിയുടെ അനുമതി ആവശ്യമില്ലെന്നുമാണ് KSEBയുടെ പ്രതികരണം. സംഭവത്തിൽ വീട്ടുടമയും KSEBയും പോലീസിൽ പരാതി നൽകിയിരുന്നു. ഗുണ്ടായിസം വലിയ ചർച്ചയായതോടെ നഷ്ടപരിഹാരമടച്ച് തലയുരാനുള്ള ശ്രമം തുടങ്ങിയെന്നാണ് ചർച്ചകൾ. 2,680 രൂപ അടച്ചതിനെ തുടർന്ന് KSEB വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിച്ചു. തുണ്ടുവെച്ച് കോപ്പിയടിച്ചാൽ പരീക്ഷ എഴുതിക്കില്ല. കൊന്നാൽ യാതൊരു കുഴപ്പവുമില്ല. അറിവും ബോധവുമില്ലാത്ത വിവരക്കേട് പറയുന്ന ഒരാളാണ് വിദ്യാഭ്യാസ മന്ത്രിയെന്ന് അഖിൽ മാരാർ. ചുംബന സമരം പോലുള്ള തൊലിഞ്ഞ പരിപാടികൾ പൊതുമധ്യത്തിൽ നടത്തി ഇടത് സാംസ്കാരിക ബുദ്ധിജീവികളാണ് നാടിനെ നശിപ്പിക്കാൻ തുടങ്ങിയതെന്നും അഖിൽ മാരാർ. താമരശ്ശേരിയിലെ മുഹമ്മദ് ഷഹബാസിന്റെ കൊലപാതകികൾക്ക് 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ അനുമതി നൽകിയതിനെ രൂക്ഷമായി വിമർശിച്ച് അഖിൽ മാരാർ. വിദ്യാഭ്യാസം എന്നത് തൊട്ട് നീണ്ടിയിട്ടില്ലാത്ത, യാതൊരു അറിവും ബോധവുമില്ലാത്ത വിവരക്കേട് പറയുന്ന ഒരാളാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി. ചുക്കേത് ചുണ്ണാമ്പേതെന്ന് മന്ത്രിക്ക് ധാരണയില്ല. പയ്യനെ അടിച്ചു കൊന്നവന്മാർ SSLC പരീക്ഷ എഴുതുകയാണ്. പണ്ട് തുണ്ടുവെച്ച് കോപ്പിയടിച്ചാൽ ഡീബാർ ചെയ്യും, പിന്നെ പരീക്ഷ എഴുതിക്കില്ല. കോപ്പിയടിക്കുന്നത് മാരക കുറ്റമാണ്. എന്നാൽ കൊന്നാൽ യാതൊരു കുഴപ്പവുമില്ല. കേരളത്തിന്റെ അവസ്ഥ കണ്ട് ശരിക്കും വിഷമം തോന്നുന്നുവെന്ന് അഖിൽ മാരാർ സ്വകാര്യ YouTube ചാനലിലൂടെ പ്രതികരിച്ചു. ചുംബന സമരം പോലുള്ള തൊലിഞ്ഞ പരിപാടികൾ പൊതുമധ്യത്തിൽ നടത്തി ഇടത് സാംസ്കാരിക ബുദ്ധിജീവികൾ എന്ന തെണ്ടികൾ നാടിനെ നശിപ്പിക്കാൻ തുടങ്ങിയതാണെന്നും അഖിൽ മാരാർ പറഞ്ഞു. അവർ സൃഷ്ടിച്ച നവബോധമാണ് നാടിന് ഇത്രയും കുഴപ്പമുണ്ടാക്കിയത്. ഇന്ന് ആർക്കും ആരെയും ചോദ്യം ചെയ്യാൻ പാടില്ല. കുട്ടികളിൽ നിന്നും മയക്കുമരുന്ന് പിടിക്കുമ്പോൾ രക്ഷിതാക്കളിൽ നിന്നും പണം വാങ്ങി സെറ്റിൽ ചെയ്യുകയാണ് കുറച്ച് പോലീസുകാർ. മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായ സിനിമാ താരങ്ങളും ഇൻഫ്ലുവൻസർമാരും പുറത്തിറങ്ങി വീണ്ടും സ്റ്റാർ ആവുകയാണ്. കൊച്ചിയിലെ കുട്ടികൾക്കിടയിൽ ലഹരി ഉപയോഗവും HIV കൂടി വരികയാണെന്നും അഖിൽ മാരാർ പറഞ്ഞു.